ഞാനൊരു റിലേഷൻഷിപ്പിലാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ ചിന്തകളെയും എൻ്റെ വികാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് എൻ്റെ പാർട്ട്ണറാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് പോലും അദ്ദേഹം എന്നെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഇത്തരം ഒരു മാനസിക പ്രവണതയെയാണ് നമ്മൾ നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി മറ്റൊരാളുടെ വികാരങ്ങളെയും ചിന്തകളെയും മനഃപൂർവ്വം നിയന്ത്രിക്കുകയും ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസിക പ്രവണതയെയാണ് നമ്മൾ നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ ചെയ്യുന്നത് അവർക്ക് ആ വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാനോ ഒക്കെ വേണ്ടിയായിരിക്കും. ഇങ്ങനെ ഒരു നാർസിസ്റ്റിക് മാനിപ്പുലേഷന്റെ വിക്ടിമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും. നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യമാണ്, ആ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് അറിയില്ല, അവളാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിന് സമ്മതമേ പറഞ്ഞിട്ടില്ല, അവള് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെയാണ്. സോ നിങ്ങൾ ഒരു നാർസിസ്റ്റിക് മാനിപ്പുലേഷന്റെ വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും, അമിതമായിട്ട് ഓപ്പോസിറ്റ് പാർട്ട്ണറോട് ഒരു പേടിയും, നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുകയും നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് തോന്നുകയും ഒക്കെ ചെയ്തേക്കാം. സോ നിങ്ങൾ നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്കും മോശമായി തന്നെ ഭവിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ നാർസിസ്റ്റിക് മാനിപ്പുലേഷൻ ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്കൊരു അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക.